കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ക്ഷേത്രത്തിൽ നിന്ന് സൂര്യനാരായണന് ഭയങ്കര ടെൻഷനാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പൊന്നൂനാണ് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഈ സമയം സൂര്യ തിരുമേനിയോട് പറഞ്ഞു, അല്ല ഇനിയിപ്പോ പൂജ മുടങ്ങിയില്ലേ, പൂജ നടത്താൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അത് കുഴപ്പമില്ല, ദേവിനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളൂ, വിളക്കെടുക്കാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന് പറയണം. ഈ സമയത്ത് അപർണയെ പതുക്കെ ഒന്ന് തോണ്ടുവാണ് നളിനി. അങ്ങനെ അപർണയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്താ നളിനിച്ചി, എന്താ വിളിച്ചെന്ന് ചോദിക്കുക. അല്ല മോൾക്ക് ഇവിടെ നടന്ന എന്താന്ന് മനസ്സിലായോ? എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല അതല്ലേ എന്ന് ചോദിക്കുക. അതല്ല മോളെ ഇവിടെ നടന്നേ, കാര്യം എന്താണെന്നറിയാവോ? പൊന്നു ആന്ന് തോന്നുന്നു ആ പായസം കുടിച്ചേ. അങ്ങനെയാണെങ്കിൽ പൊന്നു വീട്ടിൽ ബോധം കിട്ടി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞത് അപർണ ഒന്ന് ഞെട്ടുവാണ്. പെട്ടെന്ന് അപർണ പറഞ്ഞു, ഇതേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, ആരെങ്കിലും കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുവാണ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്ന്. ഈ സമയത്ത് അളകാപുരിയിലേക്ക് വരുവാണ് ജാനകി അബി എല്ലാവരും കൂടെ. വന്ന ഉടനെ അവരെല്ലാം കൂടെ അകത്തേക്ക് കയറി ഓടുവാണ്. അവിടെ എല്ലാം പൊന്നുവിനെ വിളിച്ച് നടക്കോ, ഒരിടത്തും പൊന്നുവിനെ കണ്ടില്ല. പിന്നീട് മോള് കാണും, ചിലപ്പോൾ അവിടെ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ജാനകി ആ കാഴ്ച കാണുന്നത്. കാരണം പൊന്നു തറയെ കിടക്കുന്നു. പൊന്നു വിളിച്ചിട്ടൊന്നും പൊന്നു എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല. ജാനകി അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ടോണ്ടാണ് അബിയും അമ്മലും എല്ലാവരും കൂടെ ഓടി വരുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് പൊന്നുവിനെ കോരിയെടുക്കുവാണ്. കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴാണ് അങ്ങോട്ട് സൂര്യനാരായണനും പ്രഭാവതി എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിക്കും. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഒരു പക്ഷേങ്കില് കരഞ്ഞ് തളർന്നിട്ടുണ്ടാവും. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് കുഞ്ഞു ബോധം കിട്ടു പോയതാന്ന് തോന്നേ എന്ന് പറയണം. പിന്നീട് അവര് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുക. ഈ സമയത്ത് അമല് മാത്രം പോയില്ല, അജയും അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോകുന്നേ. അങ്ങനെ അമലും കൂടെ തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവത്ത് പറഞ്ഞു, എന്നാലും പൊന്നുവിന് എന്ത് പറ്റിയതാണ് എന്തോ, നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധയാ. പാവം പൊന്നു, അവൾക്കൊരു കുഴപ്പം സംഭവിക്കരുന്നാ മതിയായിരുന്നു പറയാം. ഈ സമയം അമർത്ത് പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നു, പൊന്നിന്റെ ആ കിടപ്പ് കണ്ടിട്ട് അത് കരഞ്ഞിട്ട് ബോധം കിട്ടുപോയതുപോലെ അല്ല കിടക്കണേന്ന് പറയാം. ഈ സമയം സുമംഗലാമ്മ പറഞ്ഞു, ഇനി നീ ഓരോ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിക്കോളാൻ പറയാണ്. ശരണ്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അമൃതേച്ചി എന്ന് പറയണം. എന്തോ ഒരു ഇതുള്ള പോലെയും തോന്നുക. പെട്ടെന്ന് പ്രഭാവതി പറഞ്ഞു, എന്താണേലും എന്റെ പൊന്നുവിന്റെ ഒരു ആപത്തും ഇല്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലും നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാവരുടെയും വിചാരം എന്താ, പൊന്നു ജാനകിയുടെ ഒപ്പം ഉണ്ടായിരിക്കുന്ന. പക്ഷെ ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. പോകാനുള്ള തിരക്കിനിടയിൽ എല്ലാവരും ഇറങ്ങി പെട്ടെന്ന് അങ്ങോട്ട് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ശരണ്യ എന്ത് ചെയ്യുവാണ്, ശരണ്യ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. ശരണ്യക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നി. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, ഒരു കാരണവശാലും പൊന്നു പെട്ടെന്ന് ഇങ്ങനെ ബോധം കിട്ടു പോകത്തില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. ഈ സമയത്ത് അപർണയാണെങ്കിൽ ആകെപ്പെട്ട ടെൻഷനില്ല. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ, എന്റെ ഭഗവാനെ പൊന്നുവിനൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിച്ചിട്ട് മുറിയിലേക്ക് ചെല്ലുക. ആ സമയം നളിനി അങ്ങോട്ട് പോവാണ്. പെട്ടെന്നാണ് നളിനി ആ കാഴ്ച കാണുന്നത്. കാരണം മോളത്തെ മുറിയിലേക്ക് ശരണ്യ കയറി പോകുന്നു കണ്ടു. നളിനി പെട്ടെന്ന് പാത്തും പതി അങ്ങോട്ട് ചെല്ലുക. ഈ സമയം ശരണ്യ മുറിയാകെ നോക്കുവാണ്. പൊന്നു ഒരു മുറിയിലാ കിടന്നേന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും പൊന്നിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവ കണ്ടു. ആ പാവ എടുത്ത് കൈ പിടിച്ചു. പിന്നീട് നോക്കുമ്പോഴാണ് ആ പായസ ഗ്ലാസ് അവിടെ മറിഞ്ഞു കിടക്കുന്നതാണ്ടേ. ഒരു പക്ഷേങ്കില് പൊന്നുവിന്റെ അകത്ത് വല്ല വിഷാംശോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പായസത്തിനുള്ളത് കാണും. ഈ ഗ്ലാസ് എങ്ങനെയും കൊണ്ടുപോകണം, ഇത് കൊണ്ടേ വെക്കണം. ഈ ഗ്ലാസ്സിനകത്തുള്ള പായസം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാം എന്താ പൊന്നുവിന്റെ അകത്ത് ചെന്നെന്നുള്ള കാര്യം. അങ്ങനെ പതുക്കെ ഗ്ലാസ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് നളിനേച്ചി അവിടെ മറിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അപ്പൊ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. പെട്ടെന്ന് ശരണ എന്ത് ചെയ്യുക, ആ ഗ്ലാസ് അങ്ങോട്ട് ആ പപ്പിക്കുട്ടിക്ക് മറിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് നളിനിക്ക് മനസ്സിലായി ശരണ്യക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരണ്യ പൊന്നു കടന്ന് മുറിയിൽ ചെന്നേന്നുള്ളത്. പിന്നീട് നേരെ ചെല്ലുന്നത് അപർണയുടെ മുറിയിലേക്കാണ്. അപർണയുടെ മുറി ചെന്നിട്ട് പറഞ്ഞ്, മോളെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. എന്താ? അതെ, നമ്മൾ ഊഹിച്ച പോലെ തന്നെ കാര്യങ്ങള്. പൊന്നുവാണ് ആ പായസം കുടിച്ചെന്ന് പറയാം. സത്യം പറ, മോൾ എന്നെ കളിക്കേന്ന് ചോദിക്കുക. ഈ സമയം ശരണ്യ എന്ത് ചെയ്യണം, നളിനേച്ചി എങ്ങോട്ടാ പോകുന്നറിയാൻ വേണ്ടിയിട്ട് പാത്തു വയ്ക്കുന്നുണ്ട്. നളിനേച്ചിന്റെ മുഖത്ത് എന്തോ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തേലും ഒരു കള്ളത്തരം കാണും, കണ്ടുപിടിക്കണം എന്നോർത്ത് നിന്നപ്പോഴാണ് അപർണയുടെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ടേ. ഈ സമയം ശരണ്യ പതുക്കെ പുറത്ത് പമ്മി നിന്നു. അപ്പൊ അകത്തെ സംസാരം കേൾക്കുവാണ്. ഈ സമയം നല്ലു പറഞ്ഞു, മോളെ സത്യം പറഞ്ഞ് അതിനകത്ത് എന്താ കലക്കിയത്, മരിച്ചു പോകുന്ന വല്ല വിഷമാണെന്ന് ചോദിക്കാം. ചേച്ചി അത് സ്ലീപ്പിംഗ് പിൽസാ ഞാൻ കലക്കിയെന്ന് പറയണം. സ്ലീപ്പിംഗ് പിൽസ് അത് കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടാകുമോ? മുതിർന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ഇങ്ങനെ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. അപ്പൊ ഇനി എന്ത് ചെയ്യും? അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എന്റെ ഇവിടുത്തെ വാസം നിൽക്കും.
അറിയാലോ. അപർണ മോൾക്ക് അറിയാലോ എന്ന് ചോദിക്കാം. ദേ തൽക്കാലത്തേക്ക് ചേച്ചി ഇതിനെക്കുറിച്ചൊന്നും ആരോടും പറയാൻ പോകണ്ട. അറിയാലോ, എന്തെങ്കിലും ചേച്ചി പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതോടെ ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമാവെന്ന് പറയാം. ഇത് കേട്ടോണ്ട് എന്നാ ശരണ്യക്ക് ഒരു കാര്യം മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഇത് ജാനുവടുത്തെ അറിയിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊന്നോന്റെ ജീവൻ അപകടത്തിലാവും. അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷെ കരഞ്ഞ് തല ഇറങ്ങി വീണ് അല്ലെങ്കിൽ ബോധം കെട്ട് പോയതാണെന്നാ കരുതിക്കൊണ്ടിരിക്കണേ. ഉള്ളിലെ സ്ലീപ്പിംഗ് പിൽസ് എന്ന കാര്യമൊന്നും അവർക്കറിയില്ല. ഒരു പക്ഷെ അത് ഡോക്ടറോട് പറയുവാണെങ്കിൽ ഡോക്ടർക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ പ്രതിവിധി കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് ഓർത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലില് ഐസിന്റെ ഫ്രണ്ടില് അബിയും ജാനയും കൂടി ഇരിക്കുക. ജാനകി പറഞ്ഞു, ഇതിന് മാത്രം എന്ത് തെറ്റാ എന്റെ ഭഗവാനെ ഞാൻ ചെയ്തത്? എനിക്കറിയില്ല. എന്റെ പൊന്നുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അബി പറഞ്ഞു, നീ ഒന്ന് വിഷമിക്കാതിരിക്കുക. അല്ല, നിനക്ക് അങ്ങനെ അജയനെ തേടി പോകുന്ന സമയത്ത് നിനക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ട് പോകായിരുന്നെങ്കിൽ പൊന്നുവിനെ ഞങ്ങൾ ശ്രദ്ധിക്കില്ലായിരുന്നു ചോദിക്കുവാണ്. ജാനകി പറഞ്ഞു, ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല. എല്ലാവരും ഉണ്ടല്ലോ, ആ ഒരു ചിന്തയില ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയാണ്. അപ്പൊ അബിയുടെ മനസ്സിലേക്ക് പൊന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അതെ, ഞാനും അച്ഛൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിച്ച്. വേണ്ട പൊന്നു, പൊന്നു എല്ലാവരുടെയും കൂടെ വന്നാൽ മതിയെന്നു. ഒരു പക്ഷെ മോള് ആ സമയത്ത് തൻ്റെ കൂടെ വരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. ഈ സമയം അജയ് പറഞ്ഞു, ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടോ വിഷമിച്ചോ കരഞ്ഞിട്ടോ കാര്യമില്ല. പൊന്നുവിനൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. ആ സമയത്താണ് നിരഞ്ജന ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഐശ്വര്യന് മുമ്പിൽ നിന്ന് കരയുന്ന ജാനകിനെ കണ്ടു. പെട്ടെന്ന് വന്നിട്ട് എന്താ, എന്ത് പറ്റി ജാനി അടുത്തി? എല്ലാരും എന്താ ഈ ഐശ്വര്യന് മുമ്പിൽ കൂടി നിൽക്കുന്നത്? കാര്യം എന്താന്ന് ചോദിക്കണം. പെട്ടെന്ന് അജയ് പറഞ്ഞു, ദേ നീ പോകാൻ നോക്ക് നിരഞ്ജനെന്ന് പറയാണ്. ഈ സമയം നിരഞ്ജനയുടെ അമ്മയും കൂടെ ഉണ്ട്. അവർക്കും കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഉണ്ണിത്താൻ അങ്ങോട്ട് വരുന്നത്. ഉണ്ണിത്താൻ കണ്ടു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനകിനെയും. ജാനകിയുടെ അടുത്ത് പോയി കാര്യം എന്താന്ന് തിരക്കുന്ന നിരഞ്ജനെ. പെട്ടെന്ന് ഉണ്ണിത്താൻ വന്നിട്ട് നിരഞ്ജന കയ്യിൽ അങ്ങോട്ട് പിടിച്ചു. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുക. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം അജയ്ക്ക് സങ്കടം വന്നു. പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നുവിന്റെ ജീവൻ, അതാണെനിക്ക് ഇപ്പൊ എല്ലാത്തിനേക്കാളും വലുത്. പിന്നീട് അജയ് വന്നിട്ട് പറഞ്ഞു, സങ്കടപ്പെടണ്ട, ഡോക്ടർ ഉണ്ടല്ലോ അകത്ത്. ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമല്ലോ. ഈ സമയത്തൊക്കെ ഡോക്ടർ പരിശോധിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വിഷമിക്കാതിരിക്കാൻ പറയാണ്. പിന്നീട് ശരണ്യ എന്ത് ചെയ്യണം, ശരണ്യ മുറിയിലേക്ക് വരുക. എന്തേലും ഉടനെ ചെയ്താൽ മതിയുള്ളൂ. ജാനിയടുത്തിനെ വിളിച്ച് പറയണം, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഈ സമയം നല്ലോടി ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ പൊന്നു കുടിച്ച ഗ്ലാസ് അവിടെ കാണുമല്ലോ, ഒരു കാര്യം ചേച്ചി ആ ഗ്ലാസ് പോയി എടുത്തോണ്ട് ഞാൻ പറയണം. ഇത് കേട്ടെന്ന് നല്ലി പറഞ്ഞു, അതെ ആ ശരണ്യക്കുഞ്ഞിന് എന്തോ ഒരു സംശയം ഉണ്ടെന്ന് തോന്നേ. ഞാൻ മോളത്തെ മുറിയിലേക്ക് ചെന്ന് ഇപ്പം ശരണ്യക്കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് മാറ്റാന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ ആ ശരണ്യമോൾ അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നേ ആ പായസം കുടിച്ച ഗ്ലാസ്സാന്ന് തോന്നിയെന്ന് പറയാം. ഇത് കേട്ടത് പെട്ടെന്ന് അപ്പണ് പറഞ്ഞു, നശിപ്പിച്ചല്ലോ ചേച്ചി, ഇനി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. എന്റെ കുഞ്ഞെ, എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റില്ല. അറിയാലോ എനിക്ക് കുടുംബം കുട്ടികളും ഒക്കെ ഉള്ള ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീട്ടുകാരെന്ത് ചെയ്യും? അതിനേക്കാൾ ഉപരി ഇവിടുന്ന് തന്നെ ശമ്പളം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കുഞ്ഞായിട്ടത് മുടക്കല്ലെന്ന് പറയണം. ഇത് കേട്ട് ശരണ്യ പറഞ്ഞു, അതെ പിടിക്കുവാണെങ്കിൽ ചേച്ചിനെ പിടിക്കുള്ളൂ, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലാന്ന് പറഞ്ഞ് ഞാൻ കൈയിടും. കാരണം ചേച്ചിയാണ് പായസം കൊണ്ടേ കൊടുത്ത ആള്. ഇത് കേട്ടൻ പെട്ടെന്ന് നള്ളി പറഞ്ഞു, ഞാനല്ല, അത് ശരണ്യക്കുഞ്ഞും അവിടുത്തെ കുഞ്ഞും കൂടെ അല്ല, അവർ രണ്ടുപേരും പായസം കൊണ്ട് പോയെന്ന് ചോദിക്കുക. അതുകൊണ്ട് എൻ്റെ മേലെ കുറ്റം ചാടത്തില്ല മോളെ, പ്ലീസ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അപർണ പറഞ്ഞു, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. പിടിച്ചാൽ പോലും ചേച്ചിനെ പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ചേച്ചിനെ ഞാൻ പുറത്തിറക്കിക്കോളാം. അറിയാലോ, ഒന്നും ഒരു കാര്യം വിട്ടു പറഞ്ഞേക്കല്ല. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചിക്ക് ജീവൻ ഉണ്ടാവില്ലെന്ന് പറയാം. ഇത് കേട്ട നളിനിക്ക് ഒരു കാര്യം മനസ്സിലായി. അപർണ മനഃപൂർവ്വം ചതിക്കുമായിരുന്നു തോന്നേ. ഒരുപക്ഷെ പൊന്നുവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇവിടുത്തെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് അപർണ പറഞ്ഞു, ഒരു മാർഗമുണ്ട്. അല്ല അവളെവിടെ? ആ ശരണ്യ മുറി കാണുമെന്ന് പറയണം. അവളുടെ നിന്ന് ആ ഗ്ലാസ് തിരികെ വാങ്ങണം. ആ തിരികെ വാങ്ങി ആ ഗ്ലാസ് നശിപ്പിക്കണം. ഇനിയിപ്പോൾ ഒരു അന്വേഷണം വന്നാൽ പോലും പോലീസുകാർ വന്നാൽ പോലും അവർക്ക് തെളിവ് കിട്ടില്ലെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ താഴേക്ക് ചെല്ലുക. ഈ സമയത്ത് ശരണ്യെ രണ്ടും കൽപ്പിച്ച് വിളിക്കുവാണ്. വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണല്ലോ. അങ്ങനെ ഫോൺ വിളിക്കുവാണ്. ഈ സമയത്താണ് അപർണ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപർണ പെട്ടെന്ന് ആ ഫോണും കൂടെ തട്ടിപ്പറിച്ച് വാങ്ങി. എനിക്കറിയായിരുന്നു നീ ഇത് ചെയ്യൂന്ന്. ജാനകിനെ വിളിച്ച് സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമായിരുന്നു. നീ അല്ലേന്ന് ചോദിക്കണം. നീയല്ലേ ആ പരിപാടി ചെയ്തേന്ന് ചോദിക്കുക. അതെ ഞാൻ തന്നെയാ. പക്ഷേങ്കില് നീ ആൾക്കാർ അറിഞ്ഞു കഴിയുമ്പോൾ അത് ചെയ്ത ആരാന്നറിയാവോ? നീ ആയിരിക്കും, ശരണ്യ ആയിരിക്കും അത് ചെയ്തേന്ന് പറയാം. ഇതോട് ശരണ്യ നീ എന്തൊക്കെയാ പറഞ്ഞേ പറയണേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞ്
അമൃത വീട്ടിൽ വന്ന് നിൽക്കുക, പിണങ്ങി പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പൊ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? അപ്പൊ അതിന്റെ പിന്നെ വ്യക്തമായി എന്തോ ഒരു ലക്ഷ്യമില്ലേ? അജയുടെ കല്യാണം മുടക്കാണ്ട് എല്ലാത്തിനും മുൻപന്തി നിന്ന ആള് നീയായിരുന്നല്ലോ. അപ്പൊ നിന്റെ ലക്ഷ്യം അമലാണ്, അജയ് അല്ലാന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അതിന് വേണ്ട നീ പരിപാടികളൊക്കെ ചെയ്തു കൂട്ടിയല്ലേന്ന് ചോദിക്കും. ദേ വെറുതെ അനാവശ്യം പറയുന്നത് അപർണാന്ന് പറയും. അനാവശ്യമല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയണം. അല്ലേ തന്നെ ഒന്ന് ഓർത്തു വെക്കേ. നീയാണ് ഈ പരിപാടി ചെയ്തതെന്ന് പറയാ. ഇത് കേട്ട ശരണ്യ പറഞ്ഞു, എനിക്കറിയാം. നീ സ്ലീപ്പിംഗ് പിൽസ് ആ ഗ്ലാസ്സിനകത്ത് കലക്കി കൊടുത്തല്ലേന്ന് ചോദിക്കും. അത് മാത്രമല്ല, ഈ വിളക്കെടുക്ക് തടയാനായിട്ട് ജാനിയടുത്ത് ഒരു കാരണവശാലും ഈ വിളക്കെടുക്കല് അതിനു വേണ്ടി നീ പണി കൊടുത്തല്ലേന്ന് ചോദിക്കും. ഈ സമയം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അപർണയ്ക്ക് മനസ്സിലായി, ഇവളെല്ലാം കേട്ടിട്ടുണ്ട്, സത്യങ്ങളെല്ലാം ഇവള് മനസ്സിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് അപർണ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റുവാണ്. അപർണയോട്, അതെ ഞാൻ തന്നെയാ ചെയ്തേ, പക്ഷെ ഇങ്ങനെ പുറത്തറിഞ്ഞു കഴിയുമ്പോ നീ ആയിരിക്കും ചെയ്തേ. എന്തിനാണെന്നറിയാവോ? അമലിനെ തട്ടിയെടുക്കാൻ വേണ്ടി നീ ചെയ്ത പരിപാടി അത്. കാരണം കല്യാണം കഴിഞ്ഞ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എങ്കിൽ കല്യാണം കഴിഞ്ഞറിഞ്ഞപ്പോ നിനക്ക് സഹിച്ചില്ല. അപ്പൊ അമലിനെ എങ്ങനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നീ പരിപാടി ചെയ്ത് ഞാൻ അങ്ങോട്ട് വരുത്തി തീർക്കും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് ആകപ്പാടെ തകർന്നു പോയി ശരണ്യ. ശരണ്യക്ക് മനസ്സിലായി ഇവള് മനഃപൂർവ്വം കളിക്കുന്നതെന്ന്. ഈ സമയം ഡോക്ടർ അവളെ നോക്കിയിട്ട് പൊന്നിനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാണ്. പെട്ടെന്ന് അഭി എന്നിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ കാര്യങ്ങൾ? അത് ഞങ്ങൾ ആദ്യം ഓർത്തോണ്ടിരുന്നേ ഫുഡ് പോയ്സണോ മറ്റോ ആയിരിക്കുന്ന, പക്ഷെ അതൊന്നുമല്ല, കുട്ടിയുടെ ഉള്ളിൽ വിഷാംശം പോലെ എന്തോ ഒന്ന് കലർന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ജാനകി അഭിയും കൂടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.